കാര്യം നമ്മൾ ഹോസ്റ്റൽ ലൈഫിൽ എൻജോയ് ചെയ്തെങ്കിലും ഇങ്ങനെ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതിന് സുഖം അത് വേറെ തന്നെയാ അല്ലേ? നിങ്ങളെന്തൊന്നും ഉണ്ടാത്ത? എടാ അതൊക്കെ സത്യം തന്നെയാ. പക്ഷെ ഇതിന്റെയൊക്കെ ചെലവ് എവിടെ പോയി നിൽക്കും ഓർത്തിട്ടാ. എനിക്കിപ്പോ തോന്നുന്നു ഇവളുടെ ചില പരിപാടികളൊക്കെ ശരിയായിരുന്ന കാര്യം. വീട്ടുകാർ അറിയാതെ എന്നുള്ളൊരു സംഭവം മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പലിശയ്ക്ക് പണം കൊടുത്തിട്ടാണെങ്കിലും പുള്ളിക്കാരിക്ക് വേണ്ട പോക്കറ്റ് മണി ആളെ തന്നെ ഉണ്ടാക്കണില്ലേ. പക്ഷെ നമ്മുടെ കാര്യം എന്ത് ചെയ്യുന്ന ഓർത്തിട്ടാടാ. ഹോസ്റ്റൽ ലൈഫ് ആയിരുന്നെങ്കിൽ ഫുഡും താമസവും കൂടി 6500 രൂപയിലെ കാര്യം കഴിഞ്ഞാൽ. ആ മോക്ക് 6500 രൂപയെങ്കിലും മാസം വരുമായിരുന്നു ഓർക്കാം. എനിക്ക് ഒരു ചെലവ് പോലും ഇല്ലാത്ത സ്ഥലത്താണ് ഞാനിപ്പോ ഇത്രയും വലിയ ചെലവുണ്ടാക്കി വെച്ചേക്കണേ. പപ്പ അങ്ങനെയാണെങ്കിൽ നമുക്ക് പോക്കറ്റ് മണി ഒപ്പിക്കാൻ വേണ്ടി ഒരു തട്ടിക്കൂട്ട് ബിസിനസ് തുടങ്ങിയാലാ? ഐഡിയ കൊള്ളാം. പക്ഷെ എന്ത് ബിസിനസ് ചെയ്യും? നിന്റെ കൂടെ പലിശക്ക് പിരിവിനാണെങ്കിൽ ഞാൻ വരൂലട്ടാ. ഒന്ന് കൂടി അതൊന്നല്ല, വേറൊരു സെറ്റപ്പ് ഐഡിയ ഉണ്ട്. എന്നാ പിന്നെ ഹെയർ എക്സ്റ്റൻഷൻ വിൽപ്പനൊക്കെ ആയിരിക്കും. അതാകുമ്പോ പിന്നെ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഇതില്. അതും ഇവിടെ ഈ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ എക്സ്റ്റൻഷന്റെ ബിസിനസ് ആണ് തുടങ്ങാൻ പോണെങ്കിൽ അതിന്റെ പിന്നാലെ വേറെയും കുറെ ബിസിനസ് തുടങ്ങാനുള്ള സ്കോപ്പ് ഉണ്ട്. മതി രണ്ടാളും കൂടി പറഞ്ഞത് എങ്ങോട്ടാണ്? ഞാൻ നിങ്ങൾക്കൊരു പോക്കറ്റ് മണി ആയിക്കോട്ട് വെച്ചിട്ട് പറഞ്ഞതാ. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നല്ലത് പറഞ്ഞാൽ ഇതാ അവസ്ഥ. അത് പറഞ്ഞപ്പോഴാ ഇവിടെ ഒരാള് നേരത്തെ അലാറൊക്കെ വെച്ച് താഴത്തെ ചെക്കന്മാരെ കാണാൻ പോയതാണ്. എന്നിട്ടെന്താ അവരതിനു മുന്നേ ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു. അല്ല, അവര് ജിമ്മിൽ പോയതാന്ന് നീ എങ്ങനെ അറിഞ്ഞു? അത് പിന്നെ ഞാൻ ബാൽക്കണിന്ന് നോക്കിയപ്പോഴേക്ക് ബാഗ് കൊടുത്ത് പോണത് ഞാൻ കണ്ടു. അപ്പൊ കൂട്ടിലെ കോഴി ആരാന്ന് മനസ്സിലായല്ല? ആ കോഴിയുടെ മുട്ട ഇങ്ങോട്ട് വെച്ച് വെക്ക്.